HSA സോഷ്യൽ സയൻസ് ഈ അടുത്ത കാലത്തായി കേരള PSC HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ തയ്യാറാക്കുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അതിൻ്റെ അപേക്ഷാ കാലാവധി അവസാനിക്കുകയും ചെയ്തു. നിങ്ങളിൽ പലരും ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷയും നൽകി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗൈഡ് വാങ്ങി വായിച്ചു നോക്കി ഏത് ഭാഗം ഏതെല്ലാം രീതിയിൽ പഠിക്കണം എന്നറിയാതെ തപ്പി നടക്കുന്നവരായിരിക്കാം. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കണക്കിനും HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനോ അല്ലെങ്കിൽ ഉന്നത റാങ്കിലേക്ക് എത്തിപ്പെടാനോ നമുക്ക് സാധ്യമാവുകയില്ല. തീർച്ചയായും ചിട്ടയോടും സമഗ്രവുമായിട്ടുള്ള ഒരു പഠനം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. HSA സോഷ്യൽ സയൻസിൽ പാർട്ട് ബിയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇക്കണോമിക്സ് എന്നത്. ഇക്കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ വർഷം ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആയിരുന്നു. മാത്രമല്ല ഉദ്യോഗാർത്ഥികളെ പരീക്ഷയിൽ നിന്ന് പുറത്താക്കാം എന്ന ആലോചനയോട് കൂടിയിട്ടാണ് PSC എല്ലാ സമയത്തും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ ആരും എത്തിപ്പെടാൻ അധികം താല്പര്യം കാണിക്കാത്ത മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. കഴിഞ്ഞ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതാണ്. എക്കണോമിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ചിട്ടയോടും അതുപോലെ തന്നെ സമഗ്രവുമായുള്ള ഒരു പഠനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി നേടിയെടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിത നിലവാരം ഒന്ന് മെച്ചപ്പെടുത്താനും കഴിയുകയുള്ളൂ. ഈ വീഡിയോയിലൂടെ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇക്കണോമിക്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ റാങ്ക് മേക്കിങ്ങിന് സഹായിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ്. തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എഴുതിയെടുക്കാനും കൂടി ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ ടോപ്പിക്കിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണമാണ്. സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണം. സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് സമ്പദ് വ്യവസ്ഥ. എന്താണ് സമ്പദ് വ്യവസ്ഥ? സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് സമ്പദ് വ്യവസ്ഥ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് സമ്പദ് വ്യവസ്ഥ. ക്ലിയർ ആണല്ലോ? സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് സമ്പദ് വ്യവസ്ഥ. ഇങ്ങനെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയെ മൂന്നായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണം മൂന്ന് തരത്തിലാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല അഥവാ സമ്പദ് വ്യവസ്ഥയുടെ വർഗീകരണം മൂന്ന് തരത്തിലാണ്. അതിൽ ഒന്നാമത്തേത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മൂന്നാമത്തേത് മിശ്ര സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണം എത്ര തരമുണ്ട്? മൂന്ന് തരമുണ്ട്. സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണം മൂന്ന് തരത്തിലാണ്. സമ്പദ് വ്യവസ്ഥയുടെ വർഗീകരണം മൂന്ന് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് മാർക്കറ്റ് സമ്പദ് വ്യവസ്ഥ, മാർക്കറ്റ് എക്കോണമി. കമ്പോള സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ, മാർക്കറ്റ് എക്കോണമി. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. മൂന്നാമത്തേത് മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണം. സമ്പദ് വ്യവസ്ഥകളെ നമുക്ക് മൂന്നായിട്ട് വർഗീകരിക്കാം. സമ്പദ് വ്യവസ്ഥകളെ നമുക്ക് മൂന്നായിട്ട് വർഗീകരിക്കാം. ഒന്നാമത്തേത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, രണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മൂന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥകളെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിൽ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് നോക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഉൽപാദന ഘടകങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നിലകൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഒരു രാജ്യത്തെ ഉൽപാദന ഘടകങ്ങൾ, ഒരു രാജ്യത്തിലെ ഉൽപാദന ഘടകങ്ങൾ എവിടെയാണ് നിലകൊള്ളുന്നത്? സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും.
ഒരു രാജ്യത്തിലെ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്ക് മാത്രമായിരിക്കും? അത് പ്രൈവറ്റ് അതോറിറ്റിക്കായിരിക്കും, മുതലാളിമാർക്കായിരിക്കും, അല്ലെങ്കിൽ സ്വകാര്യ ഉടമസ്ഥതയ്ക്കും അതുപോലെ നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഏത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോയത് എന്താണ്? രാജ്യത്തെ ഉൽപാദന ഘടകങ്ങൾ മുഴുവനായും സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നിലകൊള്ളുന്ന സമ്പദ് വ്യവസ്ഥ. അതേതാണ് സമ്പദ് വ്യവസ്ഥ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഒരു രാജ്യത്തെ ഉൽപാദന ഘടകങ്ങൾ പൂർണ്ണമായും സ്വകാര്യ ഉടമസ്ഥതയിലും അതുപോലെ നിയന്ത്രണത്തിലും നിലകൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ മനസ്സിലാക്കുക, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ്? ഒരു രാജ്യത്തെ ഉൽപാദന ഘടകങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നിലകൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. ഒരു രാജ്യത്തെ ഉൽപാദന ഘടകങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പൊ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ഉൽപാദന ഘടകങ്ങൾ പൂർണ്ണമായും സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉൾപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ. അതിന് പറയുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥത്തിന്റെ പ്രത്യേകത എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഉപാധികൾ മുഴുവൻ ആരുടെ കൈവശമായിരിക്കും? സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കും. രാജ്യത്തിന്റെ ഉൽപാദന ഉപാധികൾ മുഴുവൻ സ്വകാര്യ ഉടമസ്ഥതയിൽ കീഴിലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഓക്കെ, സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണം എത്ര തരമുണ്ട്? സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണം 3 തരമുണ്ട്. ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, സമ്പദ് വ്യവസ്ഥകളെ നമുക്ക് 3 രീതിയിൽ വർഗീകരിക്കാം. ഏതൊക്കെയാണത്? 1 മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, 2 സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, 3 മിശ്ര സമ്പദ് വ്യവസ്ഥ. ക്ലിയർ ആവണം, ഇവിടെ തന്നെ താറോ ചെയ്തു പോകണം. ഓക്കെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥകൾ 3 തരം. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ഉൽപാദനോപാധികൾ, ഒരു രാജ്യത്തിന്റെ ഉൽപാദനോപാധികൾ മുഴുവനായും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഉൽപാദനോപാധികൾ എവിടെയായിരിക്കും? സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കും. സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥ. ഒരു രാജ്യത്തിന്റെ ഉൽപാദന ഘടകങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ക്ലിയർ അല്ലേ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാമത്തേതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അല്ലെ? എന്താ പ്രത്യേകത? ആ രാജ്യത്തിലെ അല്ലെങ്കിൽ ഏതാണോ ഒരു രാജ്യം, ആ രാജ്യത്തിലെ ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഉൽപാദന ഉപാധികൾ മുഴുവനായും സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് കീഴിലാണെങ്കിൽ അല്ലെങ്കിൽ ആ സ്വകാര്യ ഉടമസ്ഥതയ്ക്കും നിയന്ത്രണത്തിലും നിലകൊള്ളുന്നതാണെങ്കിൽ അത്തരം സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. എക്സാമ്പിൾ പറയാലോ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, അല്ലെ? ഇതൊക്കെ എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾസ് എന്താണ്? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ. ഓക്കെ, അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത? ഉൽപാദന ഉപാധികൾ സമൂഹത്തിന്റെ കൂട്ടായ ഉടമസ്ഥതയിൽ ഉള്ളതും ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയുള്ളതുമായ സമ്പദ് വ്യവസ്ഥ. എങ്ങനെയാണ്? ഉൽപാദന ഉപാധികൾ സമൂഹത്തിന്റെ കൂട്ടായ ഉടമസ്ഥതയിലുള്ളതും ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയുള്ളതുമായുള്ള സമ്പദ് വ്യവസ്ഥ. അല്ലെ? അതാണ് എന്ത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഉൽപാദന ഉപാധികൾ, ഒരു രാജ്യത്തെ ഉൽപാദന ഉപാധികൾ ആരുടെ കൈവശമായിരിക്കും? സ്വകാര്യ ഉടമസ്ഥതയിൽ കീഴിലല്ല, മറിച്ച് ആരുടെയാണ്? അത് കൂട്ടായ ഉടമസ്ഥതയിൽ കീഴിലാണ്. കൂട്ടായ ഉടമസ്ഥത എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ഗവൺമെന്റിന് കീഴിലായിരിക്കും, ആ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കും. അല്ലെ? അപ്പോ കൂട്ടായ ഉടമസ്ഥതയിലുള്ളതും അതുപോലെ ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതുമാണ്. അല്ലെ? അപ്പൊ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ആരുടെ കൈവശമായിരിക്കും? അത് സ്വകാര്യ ഉടമസ്ഥതയിൽ കീഴിലല്ല, മറിച്ച് രാജ്യത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഗവൺമെന്റിന്റെ കൈവശമായിരിക്കും എന്നുള്ളതാണ്. അല്ലെ? കൂട്ടായ ഉടമസ്ഥതയിലുള്ളതും ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയുള്ളതുമായിട്ടുള്ള, അല്ലെ, ഒരു രാജ്യത്തെ വസ്തുക്കളുടെ ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയാണേത്? അതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ. മനസ്സിലാക്കിക്കൊള്ളുക, അവിടെ ക്ഷേമമാണ്. സോഷ്യലിസത്തിൽ എപ്പോഴും നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ക്ഷേമത്തെ കുറിച്ചാണ്. സോഷ്യലിസത്തിൽ എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ക്ഷേമത്തെ കുറിച്ചാണ്. അപ്പോൾ രാജ്യത്തിലെ ഉൽപാദന ഉപാധികൾ സമൂഹത്തിന്റെ കൂട്ടായ ഉടമസ്ഥതയിലുള്ളതും ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയുള്ളതുമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ത്? അത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്.
പറയുന്നത്. മനസ്സിലാക്കുക, എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സാമൂഹ്യ ക്ഷേമമാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെ? സാമൂഹ്യ ക്ഷേമമാണ് ലക്ഷ്യം വെക്കുന്നത്. ഉൽപാദനോപാധികൾ മുഴുവനായും സമൂഹത്തിന്റെ കൂട്ടായ ഉടമസ്ഥതയിൻ കീഴിലായിരിക്കും. കൂടാതെ അവിടെ സാമൂഹ്യ ക്ഷേമമാണ് ആ ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു എക്കോണമി ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അത്തരം സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പൊതുമേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ത്? സോഷ്യലിസം എന്ന് പറയുന്നത്. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇത് സോഷ്യലിസം എന്ന് പറയുന്നത്, അല്ലെ? സോഷ്യലിസം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? പൊതുമേഖലക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതായത് പൊതുവായിട്ടുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഉൽപാദനോപാധികൾ കൂട്ടായ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, രാജ്യത്തിലെ സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത്തരം വസ്തുക്കളൊക്കെ എന്തായിരിക്കും? പൊതുമേഖലയിലുള്ളതായിരിക്കും. സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് ഒരു സ്ഥാനവും അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഇതാണ്: സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് എന്താണ്? സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് എന്താണ്? സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് കേന്ദ്രീകൃത ആസൂത്രണമാണ്. എന്താണ് കേന്ദ്രീകൃത ആസൂത്രണം? സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് കേന്ദ്രീകൃത ആസൂത്രണമാണ്. ഓക്കെ, സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്രീകൃത ആസൂത്രണമാണ്. മനസ്സിലാക്കിക്കൊള്ളുക, സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്താണ്? കേന്ദ്രീകൃത ആസൂത്രണമാണ്. മാത്രമല്ല സോഷ്യലിസം എന്തിനു പ്രാധാന്യം നൽകുന്നു? പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, അല്ലെ? പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ത്? സോഷ്യലിസം എന്ന് പറയുന്നത്. സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് കണക്കാക്കുന്നത് കേന്ദ്രീകൃത ആസൂത്രണമാണ്. സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് കേന്ദ്രീകൃത ആസൂത്രണമാണ്. ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടെ പറയാം, എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ വർഗീകരണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥകളെ നമ്മൾ പ്രധാനമായും മൂന്നായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥകളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്, രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്, മൂന്നാമത്തേത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്, അല്ലെ? അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്തായിരുന്നു? ഉൽപാദനോപാധികൾ, ഒരു രാജ്യത്തെ ഉൽപാദന ഉപാധികൾ മുഴുവനായും സ്വകാര്യ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള നിലകൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളൊക്കെ എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സോഷ്യലിസം എന്ന് പറയുന്നത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണ്? ഉൽപാദനോപാധികൾ സമൂഹത്തിന്റെ കൂട്ടായ ഉടമസ്ഥതയിലുള്ളതും ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതുമായുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. മനസ്സിലാക്കുക, ഉൽപാദനോപാധികൾ സമൂഹത്തിന്റെ കൂട്ടായ ഉടമസ്ഥതയിലുള്ളതും ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയുള്ളതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ്. ഉൽപാദനം സാമൂഹ്യ ക്ഷേമത്തെ ലക്ഷ്യമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന പേരിലാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന പേരിലാണ്. ഓക്കെ, സാമൂഹ്യ ക്ഷേമമാണ് സോഷ്യലിസത്തിന്റെ ലക്ഷ്യമെങ്കിൽ അവിടെ സ്വകാര്യ ഉടമസ്ഥതയ്ക്കാണ് ആര് പ്രാധാന്യം നൽകുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പ്രാധാന്യം നൽകുന്നത്. ഇവിടെ സോഷ്യലിസത്തിന് നമുക്ക് ഏതൊക്കെ രാജ്യങ്ങൾ എക്സാമ്പിൾസ് പറയാം? റഷ്യ, ചൈന, ക്യൂബ പോലുള്ള രാജ്യങ്ങളെല്ലാം എന്താണ്? സോഷ്യലിസ്റ്റ് എക്കോണമിക്ക് എക്സാമ്പിൾസ് ആണ്. റഷ്യ, ചൈന, ക്യൂബ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്താണ്? സോഷ്യലിസ്റ്റ് കൺട്രിക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഉൽപാദനോപാധികൾ സമൂഹത്തിന്റെ കൂട്ടായ ഉടമസ്ഥതയിലുള്ളതും ഉൽപാദനം പൂർണ്ണമായും സാമൂഹ്യക്ഷേമത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എന്താണ് ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത? രണ്ട് പ്രത്യേകതകൾ നമ്മൾ എടുത്തു പറയണ്ടായി. രണ്ട് പ്രത്യേകതകൾ. അതിൽ ഒന്നാമത്തെ എന്താണ്? പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്, അല്ലെ? സോഷ്യലിസം എന്തിനു പ്രാധാന്യം നൽകുന്നു? പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നു. സോഷ്യലിസം പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അതുപോലെ തന്നെ സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്രീകൃത ആസൂത്രണമാണ്, അല്ലെ? അതായത് ഒരു സെൻട്രലി പ്ലാൻഡ് എക്കോണമി ആയിരിക്കും എന്ത്? സോഷ്യലിസം എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് എടുത്തു പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്രീകൃത ആസൂത്രണമാണ്. സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്രീകൃത ആസൂത്രണമാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. മൂന്നാമത്തേത് ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത?
മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ ചേർന്നുണ്ടായ ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെ. മിശ്രം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ പോയിന്റ് ക്ലിയർ ആയിരിക്കും. മിശ്രിതമാണ് അല്ലെ, കൂടിച്ചേർന്നതാണ്. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ കൂടിച്ചേർന്നതാണ്? മുതലാളിത്തവും സോഷ്യലിസവും കൂടിച്ചേർന്നുണ്ടായത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും നല്ല വശങ്ങൾ ചേർന്നുണ്ടായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ത്? നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. ഏതൊക്കെയാണ്? മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ ചേർന്നുണ്ടായത് അല്ലെ. അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ രണ്ട് സമ്പദ് വ്യവസ്ഥകളിൽ നിന്നും ഏറ്റവും നല്ല വശങ്ങൾ, ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സമ്പദ് വ്യവസ്ഥകളാണ് എന്ത്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് അല്ലെ. ഇവിടെ ഏതൊക്കെ നമുക്ക് മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾസ് പറയാം? ഇന്ത്യ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയുള്ള രാജ്യങ്ങളൊക്കെ എന്താണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളാണ് അല്ലെ. ഇന്ത്യ ഒരു മിക്സ്ഡ് എക്കോണമിയാണ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഒരു മിക്സ്ഡ് എക്കോണമിയാണ്, ബംഗ്ലാദേശ് മിക്സ്ഡ് എക്കോണമിയാണ്, ശ്രീലങ്ക മിക്സ്ഡ് എക്കോണമിയാണ് അല്ലെ. അപ്പോ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും നല്ല വശങ്ങൾ ചേർന്നുണ്ടായതാണ്. മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒരു കൂടിച്ചേരലാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെ. 3 സമ്പദ് വ്യവസ്ഥകളുണ്ട്. ഈ 3 സമ്പദ് വ്യവസ്ഥകളിൽ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ ചേർന്നുണ്ടായതാണ് മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥ. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ. ക്ലിയർ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്? ഉൽപാദനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ. ഇവിടെ രാജ്യത്തിലെ ഉൽപാദന ഘടകങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഉൽപാദനം എങ്ങനെ നടത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ആരായിരിക്കും? ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അതുപോലെ രാജ്യത്തിലെ ഗവൺമെന്റ് എന്നിവ ചേർന്നുകൊണ്ടായിരിക്കും അല്ലെ. സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അതുപോലെ ഗവൺമെന്റ്, സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും ഗവൺമെന്റും കൂടി ചേർന്നുകൊണ്ടാണ് ഒരു മിക്സ്ഡ് എക്കോണമിയിൽ അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അല്ലെ. അപ്പോൾ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ ഗവൺമെന്റ് തുടങ്ങിയവ ചേർന്നുകൊണ്ടായിരിക്കും. കാരണം എന്താണ്? അതൊരു മിശ്രിതമാണ് അല്ലെ, ഒരു മിക്സ്ഡ് എക്കോണമിയാണ്. അപ്പൊ സ്വകാര്യവും അതുപോലെ തന്നെ പൊതുമേഖലയും, സ്വകാര്യതയും അതുപോലെ തന്നെ പൊതുമേഖലയും കൂടി ചേർന്നുണ്ടായിട്ടുള്ളതാണ് എന്ത്? മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോ വ്യക്തമാക്കി മനസ്സിലാക്കുക. മാത്രമല്ല ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത്? ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഉൽപാദനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കണം രാജ്യത്ത്, അതായത് അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ ഒരു രാജ്യത്ത് എന്തൊക്കെയാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്, ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കാണ്? ആ രാജ്യത്തെ ഗവൺമെന്റിനും അതുപോലെ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ, സമ്പദ് വ്യവസ്ഥകളുടെ വർഗീകരണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, സമ്പദ് വ്യവസ്ഥകൾ 3 തരത്തിലുണ്ട്. ഓക്കെ, സമ്പദ് വ്യവസ്ഥകൾ 3 തരത്തിലുണ്ട്. അത് മുതലാളിത്തമാണ്, സോഷ്യലിസമാണ്, അതുപോലെ മിശ്രിത സമ്പദ് വ്യവസ്ഥയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഓക്കെ, മുതലാളിത്തം എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് അവിടെ അധികാരമുള്ളത്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അവിടെ സാമൂഹ്യ ക്ഷേമമാണ് എന്ന് പറഞ്ഞാൽ അവിടെ പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യമുള്ളത്. പൊതുമേഖലയുടെ അല്ലെങ്കിൽ സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് എന്താണ്? പൊതുമേഖലയാണ്. സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്രീകൃത ആസൂത്രണമാണ്. സോഷ്യലിസത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് കേന്ദ്രീകൃത ആസൂത്രണമാണ്. അതുപോലെ നമ്മൾ ഓരോ സമ്പദ് വ്യവസ്ഥയ്ക്കും അതിൻ്റെതായിട്ടുള്ള സമ്പദ് വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയുണ്ടായി. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, കൃത്യമായി ഇതിന്റെ നോട്ട് തയ്യാറാക്കി വെക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സ്ലൈഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്നാണ് കരുതുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള എല്ലാ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഇത് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ
നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.